السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحية فيها السلام وآخر دعواهم الحمد لله رب العالمين. آمين 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 يا رب العالمين. تقبل الله يا رب العالمين. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മൾ ഓരോരുത്തരുടെയും ഈ സംഗമത്തിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ചാരിറ്റി വില്ലേജിലെ നിഷ്കളങ്കരായ മക്കളോടൊപ്പം സഹോദരങ്ങളോടൊപ്പം ഉള്ള ഈ ദുആയിൽ പ്രതീക്ഷയോടെ എന്തെല്ലാം നിയ്യാത്തുകളുമായി ഇവിടെ വന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളെ മുറാദുകളെ അല്ലാഹു റബ്ബുൽ ആലമീൻ സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നാഥനായ റബ്ബ് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇരു ലോകത്തും എല്ലാവിധ ഹൈറും ഉയർച്ചകളും അല്ലാഹു നൽകുമാറാകട്ടെ. വിശേഷ ഇന്നത്തെ ദിവസം പ്രത്യേകം നമ്മളോട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള കുടുംബം ഈ സ്ഥാപനത്തിന്റെ പുതിയ ഒരു അനക്സ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുമ്പോൾ ഏറ്റവും റാഹത്തായ നിലയിൽ നല്ലൊരു സംവിധാനം നമുക്ക് വേണ്ടി വിട്ടുതന്ന് എല്ലാ അർത്ഥത്തിലും നമ്മുടെ സഹായികളായി പ്രവർത്തിക്കുന്ന ആയൂര് കാരാളിക്കോണം ബഹുമാന്യനായ സുബൈർ സാറും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ സോഫിയ, അവരുടെ മക്കളായ ഡോക്ടർമാർ, അവരുടെ കുടുംബത്തിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സഹോദരങ്ങൾ വേണ്ടപ്പെട്ട ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഹൈറും ഉയർച്ചകളും ഇരു ലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിത വഴികൾ വരുമാന മാർഗങ്ങളിലൊക്കെ അള്ളാഹു ഹൈറായ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ശിഷ്യ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ഥാപനത്തിലെ ഇൻവെൻസിനെ സൗജന്യമായി വന്ന് ചികിത്സിച്ച് സഹായം ചെയ്തിട്ട് പോയ ഡോക്ടർ ഫെമിദ എന്നവരുടെ മകൾ, അവർക്കും അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ, ബറക്കത്ത് കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ഉയർച്ചകളും അള്ളാഹു നൽകുമാറാകട്ടെ. ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുള്ളവരുടെ പിതാവ് സുബൈർ സാറിന്റെ പിതാവ് ബഹുമാന്യനായ ഖാസിം പിള്ള റാവുത്തർ, അതുപോലെ മർഹൂം ബീവി കുഞ്ഞ് സാഹിബ്, ബീവി കുഞ്ഞ് മാതാവ്, അതുപോലെ അവരുടെ പിതാവിന്റെ പിതാവ് അലിയാർ നബ്ബ സാഹിബ്, അതുപോലെ പിതാവിന്റെ മാതാവ് മുഹമ്മദ് ഫാത്തിമ ബീവി, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ. അതുപോലെ ഇന്നത്തെ ദിവസം ഒരു ആണ്ടുകൂടെ പൂർത്തിയാവുന്ന നമ്മുടെ ഡോക്ടർ സോഫിയ ബീവിയുടെ പിതാവ് ബഹുമാന്യനായ മുഹമ്മദ് ഹനീഫ റാവുത്തർ, അതുപോലെ മർഹൂമ ആരിഫ ബീവി, സഹോദരൻ മർഹൂം അഷ്റഫ് സാഹിബ്, അല്ലാഹു മാതാപിതാക്കളെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ സ്വർഗീയ ജീവിതം അല്ലാഹു റാഹത്താക്കുമാറാകട്ടെ. പരലോക ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ സ്വീകരിക്കട്ടെ. നമ്മൾ ഓതിയ പരിശുദ്ധ ഖുർആന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ മുഴുവൻ വിത്തിലെ സവാബും ഈ ഖബറുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ. ഖബറിൽ എല്ലാവിധ റാഹത്തും ഖൈറും അനുഗ്രഹങ്ങളും അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ അധ്വാനവും അവരുടെ സമ്പാദ്യവും ഒക്കെ ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മക്കളും കുടുംബാദികളുമായി അവർക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി ചെയ്യാനുള്ള ഈ നന്മകളെ ഒക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ഫർളായ ഹജ്ജും ഉംറയും ചെയ്യാൻ കഴിയാതെ പോയ അവർക്ക് വേണ്ടി എത്രയും വേഗം റാഹത്തായ നിലയിൽ ആരോഗ്യത്തോടെ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഇവർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ റുഖിയ എന്ന സഹോദരി അവരുടെ ഹലാലായ മുഴുവൻ ആഗ്രഹങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. 15-ാം തീയതി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന അവരുടെ മകളുടെ വൈവാഹിക ജീവിതം റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. ആ സഹോദരി ആഗ്രഹിക്കുന്നത് പോലെ സന്തുഷ്ടമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ അവരുടെ മകൾ മിൻഹ ഫാത്തിമ എന്ന മകൾക്ക് നല്ല അച്ചടക്കവും നല്ല സ്വഭാവവും ഗുരുനാഥന്മാരും ഒക്കെ ആയിട്ട് നല്ല അടുപ്പവും ബന്ധവും ഒക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആ സഹോദരി നിയത്ത് ചെയ്ത എല്ലാ വിഷയങ്ങളെയും അല്ലാഹു റാഹത്തായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹലാലായ ആഗ്രഹങ്ങൾ മുറാദുകളൊക്കെ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ വർഷങ്ങളായുള്ള സഹകാരി നമ്മുടെ അയൽവാസിയായ അബുബായം ബഷീർ സാഹിബ്, ഇവിടെ സഹോദരങ്ങൾ, അല്ലാഹു അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. എല്ലാ മാസവും നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും മറ്റുമൊക്കെ എത്തിച്ചേരുന്ന അദ്ദേഹത്തിന്റെ സംഭാവനകളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ മകൾ ഷിബിനയ്ക്കും മരുമകൾ ഷിബാനയ്ക്കും രണ്ടുപേരുടെയും ജോലിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഐശ്വര്യം നൽകുമാറാകട്ടെ. ഖൈറും ബറക്കാത്തുകൾ നൽകട്ടെ. അദ്ദേഹത്തിന്റെയും മകന്റെയും ഒക്കെ കച്ചവടത്തിൽ, വാഹന സംബന്ധമായ വിഷയങ്ങളിലൊക്കെ എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ കൂടുതലായി അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ഗൾഫിൽ കഴിയുന്ന മരുമകൾ റിജുവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഞെരുക്കങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഒരുപാട് നാളായി വിഷമിക്കുന്ന ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ കൂടുതൽ സംതൃപ്തമായ റാഹത്തായ ഉദ്യോഗത്തിലേക്ക്, ജോലിയിലേക്ക് എത്രയും വേഗം ആ സഹോദരൻ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ മകന്റെ കുട്ടി കുറച്ച് ദിവസങ്ങളായി ഹോസ്പിറ്റലുമായി കഴിയുന്നു. ആ കുട്ടിയുടെ രോഗം എന്താണെങ്കിലും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വീട് കുടുംബവും ഒക്കെയായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷമതകളുണ്ടോ അതിനെയൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഖൈറും ബറക്കാത്തും അല്ലാഹു നൽകട്ടെ. പേരുമല നൗഫിയ എന്ന സഹോദരിയുടെ ഭർത്തൃമാതാവ് നസീമ ബീവി മരണപ്പെട്ടിട്ട് 5-ാമത്തെ ആണ്ടാവുകയാണ്. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. സ്വർഗാവകാശികളെ പെടുത്തട്ടെ. അനുഗ്രഹീത പ്രകാശപൂരിതമായ ഖബർ ജീവിതം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ജോലിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കലിങ്ങുമുഖർ റഹ്മാൻ ബിബി എന്ന സഹോദരി അവരുടെ ശരീരത്തിന് അല്ലാഹു സുഖം കൊടുക്കുമാറാകട്ടെ. കാൽമുട്ടിന്റെ വേദനയും മറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അസ്വസ്ഥതകൾ അവർ അനുഭവിക്കുന്നു അതൊക്കെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫയും സമാധാനവും അല്ലാഹു നൽകുമാറാകട്ടെ. കണിയാപുരം ഹുസാന റാസി എന്ന സഹോദരി നിയത്ത് ചെയ്ത വിഷയം അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. കണിയാപുരം യൂസഫ് എന്ന സഹോദരന്റെ എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. വർക്കല ഹംസ എന്ന സഹോദരൻ എല്ലാവിധ ഖൈറും അല്ലാഹു നൽകുമാറാകട്ടെ. സന്ധ്യ മുക്കുടിൽ എന്ന സഹോദരി അവരുടെ മരണപ്പെട്ടു പോയി പിതാവിന് വേണ്ടി ചെയ്ത എല്ലാ നന്മകളെയും അതിന് സ്വീകരിക്കട്ടെ. ഈ ഭൗതിക ലോകത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും നാഥനായ റബ്ബുക്ക് കൊടുക്കട്ടെ. എല്ലാത്തിനും ഉപരി ഹിദായത്തിന്റെ പ്രകാശം കൊണ്ട് അവരുടെ ജീവിതത്തിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കാത്തുകളും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ ഇവിടെ ഒന്ന് ചേർന്ന ഈ മജ്‌ലിസിലേക്ക് എത്തിച്ചേർന്ന ഓരോ വ്യക്തിത്വങ്ങളും അവരെന്തെല്ലാം നെയ്യത്തുകളുമായാണോ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നത്, വന്നിട്ടുള്ളത്, പ്രതീക്ഷയോടെ കഴിയുന്നത്, അവിടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളെ, മുറാദുകളെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ, സഫലമാക്കി കൊടുക്കട്ടെ. ദുനിയാവും ആഖിറവും അല്ലാഹു ബറക്കത്തിലാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ 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 ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഓരോരുത്തരും അവരുടെ നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് ആമീൻ പറഞ്ഞു. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام
حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم انزل مقعد المقرب عندك يوم القيامة اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما أرحم الرحيم يا رواية الله കരുണാവാരിധിയായ റഹ്മാനെ സ്നേഹനിധിയായ റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങൾ ഓതിയ നിന്റെ പരിശുദ്ധ ഖുർആൻ അദ്കാർ സ്വലാത്ത് സലാം തസ്ബീഹത്തുകളെ ഖബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ ഈ മജ്ലിസിൽ പ്രതീക്ഷയോടെ വന്നു ചേർന്ന ഓരോ വ്യക്തിത്വങ്ങളെയും നീ സ്വീകരിക്കണം അല്ലാഹ് പടച്ച റബ്ബേ അവരൊറ്റയ്ക്കും കൂട്ടായും കുടുംബത്തിലും ഒക്കെയായി ചെയ്ത എന്തെല്ലാം ഇബാദത്ത് സ്വാലിഹാത്തുകളുണ്ടോ പുണ്യകർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ സക്കാത്ത് സദഖകൾ സൽക്കർമ്മങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് പടച്ചവനെ ഈ ചാരിറ്റി വില്ലേജ് എന്ന ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്നേവരെ നടന്ന ഇബാദത്ത് സ്വാലിഹാത്തുകൾ നിനക്ക് മർദിയായ കുറച്ചെങ്കിലും അമലുകൾ കർമ്മങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു റബ്ബേ അതിനെ മുഴുവനും നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാനെ അല്ലാഹുവേ അതിന്റെ എല്ലാം ബറകത്ത് കൊണ്ട് അല്ലാഹ് ഈ ദിവസവും നിന്റെ മുമ്പിലേക്ക് ഏതെല്ലാം ആവശ്യങ്ങളുമായി ദുആ വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ അവരുടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങൾ മുറാദുകൾ അഭിലാഷങ്ങൾ നീ നിറവേറ്റണം റബ്ബേ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നീ സബലീകരിച്ചു കൊടുക്കണം അല്ലാഹ് രോഗികളായിട്ടുള്ളവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ് ശിഫയും സമാധാനവും നൽകണം അല്ലാഹ് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നീ ദീർഘായുസ് നൽകണേ അല്ലാഹ് പടച്ച റബ്ബേ ആരോഗ്യത്തോടെ നീ ദീർഘായുസ് നൽകണം അല്ലാഹ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടായും ഇന്നേവരെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ എന്തോരം പാപങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്തെന്ന് ഞങ്ങൾക്ക് ഒരാൾക്കും അറിയില്ല റബ്ബേ എന്നാൽ അതെല്ലാം നിന്റെ മുമ്പിൽ സുവ്യക്തമാണല്ലോ അല്ലാഹ് നാളെ പരലോകത്ത് നിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ അതെടുത്ത് നിവർത്തി വെച്ചുകൊണ്ട് ഞങ്ങൾ ആ പരാജിതര ഭാഗത്തിലേക്ക് മാറ്റി നിർത്തല്ല അല്ലാഹ് നിന്റെ റഹ്മത്തിനെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നു റബ്ബേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ് നീ കരുണ കാണിക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് നീ കരുണ കാണിക്കണം അല്ലാഹ് പടച്ചവരെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് നിന്നിലേക്ക് വന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ സഹോദരങ്ങൾ വേണ്ടപ്പെട്ട പലരും ഇന്ന് നിന്റെ അടുക്കലാണ് റബ്ബേ അവരുടെ ആത്മാക്കൾ നിന്റെ അടുക്കലാണ് റബ്ബേ ആ ആത്മാവുകളുടെ ഇന്നത്തെ ഹാലാത്തുകൾ നീ അല്ലാതെ ഒരു മഖ്ലൂഖിനും അറിയില്ല റബ്ബേ അല്ലാഹുവേ ആ ഖബർ ജീവിതങ്ങളെ നീ ബറക്കത്തിലാക്കണം അല്ലാഹ് അല്ലാഹുവിന്റെ പേര് വായിക്കപ്പെട്ടവരും അല്ലാത്തവരും ഉൾപ്പെടെ ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ അവിടെ ഖബറാളികളെ നീ സ്വീകരിക്കണം അല്ലാഹ് പടച്ചവനെ മക്കളും മരുമക്കളും വേണ്ടപ്പെട്ടവരുമായ ഓരോ ആളുകൾക്കും ചെയ്യുവാനുള്ള പുണ്യങ്ങളാണ് ചെയ്തത് റബ്ബേ ഇത് കൂടാതെ ഞങ്ങൾ എന്തെല്ലാം പുണ്യങ്ങൾ ചെയ്തോ ഒക്കെ നീ സ്വീകരിക്കണം അല്ലാഹ് അതിന്റെ മിഥില സവാബിനെ ആ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണം നാഥാ നാളെ പാരത്രിക ലോകത്ത് നിന്റെ വിജയികളോടൊപ്പം നീ വിളിക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഏതെല്ലാം തരത്തിലുള്ള ശാരീരിക മാനസികമായ പ്രയാസങ്ങൾ രോഗങ്ങൾ ഇടങ്ങേറുകൾ അത്യാവശ്യങ്ങൾ അത്യാഹിതങ്ങൾ
ബലാദുരിതങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങളായി വന്ന ആരെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഇത്തരം നിയ്യാത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, അവരോരോ വ്യക്തിത്വങ്ങളുടെയും ആവശ്യങ്ങൾ ആരെക്കാളും വ്യക്തമായി അറിയുന്ന റബ്ബേ, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറകളിലെ ഹലാലായ ആഗ്രഹങ്ങൾ അറിയുന്ന നാഥ, മനസ്സിന്റെ മുഴുവൻ ആശങ്കകളെ കൃത്യമായി ബോധ്യമുള്ള റബ്ബേ, ഒക്കെ നീ പരിഹരിച്ചു കൊടുക്കണം അല്ലാ, നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹു റഹ്മാനായ റബ്ബേ, ഏതെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ നിറമുറാദുകൾ നിറവേറി കിട്ടാൻ സഫലമായി കിട്ടാൻ ദുആ വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ, അതൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നലകളിലെ ശൂന്യമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് മനോഹരമായ ഒരു പ്രസ്ഥാനമായി ചുവട് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിനെ, ഈ ചാരിറ്റി വില്ലേജിനെ ഇന്നേ വരെ വിവിധങ്ങളായ രൂപത്തിലൂടെ സഹായിച്ച പലരുമുണ്ട് റബ്ബേ. മനസ്സാ വാചാ കർമ്മണ, ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഏതെല്ലാ രൂപത്തിലൂടെ ഇതിനെ സഹായിച്ചാരെല്ലാം ഉണ്ടോ, ഈ പ്രസ്ഥാനത്തിന്റെ സഹകാരികളായി കഴിഞ്ഞു പോയവരാരെല്ലാം ഉണ്ടോ, അവരിൽ ഇന്നും ഈ പ്രസ്ഥാനത്തിന്റെ ഹൈറായ ശോഭനമായ ഭാവി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഗുണകാംക്ഷയോടെ എല്ലാവിധ സപ്പോർട്ടുമായി കൂടെ നിൽക്കുന്ന ആരെല്ലാം ഉണ്ടോ, അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. അവരെ ഉയർത്തണം അല്ലാ, ബറക്കത്തിലാക്കണം അല്ലാ, വളർച്ചയിലേക്ക് കൊണ്ടുവരണം അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ ദുആന്റെ മജ്‌ലിസിലേക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞ ഞങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരായ കച്ചവടക്കാർ പലരുമുണ്ട് റബ്ബേ. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നിമിഷം വരെ ഏതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്താരെല്ലാം ഉണ്ടോ, ഇവിടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളും നീ സഫലമാക്കണം അല്ലാ. അല്ലാഹുവേ, എല്ലാവിധ ഖൈറും ബറകാത്തുകളും നൽകണം അല്ലാ. പടച്ചവനെ, കൊയ്ത്തൂർക്കോണം സ്വദേശിയായ ക്യാൻസർ ബാധിതനായ അബ്ദുൾ റഷീദ് എന്ന സഹോദരന്റെ ആ ബുദ്ധിമുട്ടിനെ നീ മാറ്റി കൊടുക്കണം അല്ലാ. ആഫിയത്തും ആരോഗ്യവും നൽകണം അല്ലാ. അല്ലാഹുവേ, ആ സഹോദരന്റെ രോഗാവസ്ഥയുടെ വേദനയ്ക്ക് നീ ഖൈറായ പരിഹാരം നൽകണം അല്ലാ. പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആരെല്ലാം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തോ, അവരുടെ മുഴുവൻ രോഗാവസ്ഥകൾക്കും ശമനം നൽകണം അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവര്, ജോലിയില്ലാതെ വിഷമിക്കുന്നവര്, വൈവാഹിക കുടുംബജീവിതം ഇപ്പോഴും സ്വപ്നം മാത്രമായി കഴിഞ്ഞുകൂടുന്നവര്, ഇവർക്കെല്ലാവർക്കും ആ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ മാറ്റി ഹൈറായ ജീവിതങ്ങളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ കടബാധ്യതകളെ മാറ്റിത്തരണം അല്ലാ. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് എത്രയും വേഗം റാഹത്തായ ഭവനങ്ങളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലാ. ജോലിയില്ലാതെ സ്വദേശത്തും വിദേശത്തുമായി കഷ്ടപ്പെടുന്ന പലരും ഞങ്ങളോട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, പ്രവാസ ലോകത്ത് ഇപ്പോഴും മാസങ്ങളായി ജോലിയുടെ പേരിൽ ബുദ്ധിമുട്ടുന്ന റിജു എന്ന സഹോദരന് നീ ഖൈറായ ജോലി കൊടുക്കണം അല്ലാ. പടച്ചവനെ, എത്രയും വേഗം അടുത്ത നാളിൽ തന്നെ സന്തോഷകരമായ ഒരു ജോലിയും വരുമാനവും ലഭിക്കുന്ന സന്തോഷ വാർത്ത കേൾക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറദ്ദന്ന ഐദിയനാ ഖായിബീൻ بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحقه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.